അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു രസകരമായിട്ടുള്ള ഒരു സൈക്കോളജി പറയുവാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് വരവ് ചിലവുകളൊന്നും എഴുതാത്ത ഒരു വ്യക്തി, അത് പേഴ്സണലി നമുക്ക് ആയിക്കോട്ടെ, ബിസിനസ് ആവണം നിർബന്ധമൊന്നുമല്ല, പേഴ്സണലി ആയിക്കോട്ടെ, വരവ് ചിലവ് കണക്കുകൾ എഴുതാത്ത ഒരു വ്യക്തി അയാളുടെ 2 മാസത്തെ ചിലവുകൾ കറക്റ്റായിട്ട് എഴുതുന്നു വിചാരിക്കുക. എന്നിട്ട് അത് വീക്കിലിയോ ഡെയിലിയോ മാസത്തിലൊരിക്കലോ ഒക്കെ അനലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുക. 2ാമത്തെ മാസത്തിൽ അയാളുടെ ഫസ്റ്റ് മന്തിനേക്കാളും ചിലവ് കുറഞ്ഞിരിക്കുകയോ ലാഭം അല്ലെങ്കിൽ അയാളുടെ റവന്യൂ കൂടിയിരിക്കുകയോ ചെയ്യും. ഇത് സൈക്കോളജിയാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. അതിനുള്ള ഇത്രയേ ഉള്ളൂ അതിൻ്റെ ട്രിക്ക്. അതായത് ഒരാൾ ഒരു എക്സ്പെൻസോ ഒരു റവന്യൂ എഴുതി വെക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മുതലേ അത് എഴുതി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും അയാളുടെ പൊസിഷൻ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതേ സമയത്ത് അക്കൗണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല, അയാളുടെ പോക്കറ്റിൽ നിന്ന് ക്യാഷ് കൊടുക്കുന്നു, ക്യാഷ് കിട്ടുന്നത് പോക്കറ്റിൽ വെച്ച് പോവുകയൊക്കെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അയാൾ പ്രോഫിറ്റിലാണോ ലോസിലാണോ, അയാളുടെ എത്രത്തോളം അയാൾക്ക് നഷ്ടമുണ്ടോ എത്രത്തോളം ലാഭം ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ലോസിലുള്ള ആൾ വീണ്ടും ലോസിലോട്ട് പോകുമ്പോഴും അയാൾ അറിയത്തില്ല. പ്രോഫിറ്റിലുള്ള ആൾ ആക്ച്വലി കിട്ടേണ്ട പ്രോഫിറ്റിനേക്കാളും വളരെ കുറഞ്ഞ പ്രോഫിറ്റ് ആണെങ്കിൽ അയാൾ അറിയാൻ വഴിയില്ല.